മനസ്സിലായില്ലേ ഗൈസ്? അപ്പം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരില്ലേ ഗൈസ്? അപ്പം അതിനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട? അപ്പൊ ഓക്കെ ഗൈസ്, ഓരോരുത്തരെ കാണിച്ചു തരാട്ടാ. ഇത് എൻ്റെ ബാഗാണ് കേട്ടോ ഗൈസ്. ഇതിൽ 1 2 3 4 5 സിബ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഈ സിബിൽ നമുക്ക് എന്തുട്ടാ ബോക്സ് ഒക്കെ വെക്കാട്ടെ. നല്ല സിബാ ഇതാ. പിന്നെ ഇവിടെ ജോമെട്രി ബോക്സും പിന്നെ ഇതൊക്കെ വെക്കാം. ഇങ്ങനെ ഹോംവർക്കിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണ ബോക്സൊക്കെ നമുക്ക് ഇതിൽ വെക്കാം. പിന്നെ മറ്റേ ചോറ്റി മാത്രം വെക്കണ ബോക്സ്, പിന്നെ വേറെ ബോക്സ് ഒക്കെ ഉണ്ട്. ഇത് ആദ്യകൂട്ടം പറഞ്ഞു. ഇതെന്റെ ബാഗ്. ഇതില് 4 ബാഗ്, 3 സിബ്. ഇതില് ബോക്സ് വെക്കും. പിന്നെ ഇതില് ചോറ്റ് മാത്രം വെക്കും. ഇവിടെ ബുക്സ് വെക്കും. ഇവിടെ ഒരു ട്യൂഷന്റെ ബുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് എന്റെ ബോക്സ്. ഇങ്ങനെ തോന്നുന്നത് ഇവിടെ പെൻസിൽ വെക്കും. പിന്നെ ഇവിടെ സ്കെയിൽ വെക്കും. പിന്നെ ഇവിടെ റബ്ബർ കട്ടർ, ഇവിടെ റബ്ബറും കട്ടറും വെക്കും ഇവിടെ. പിന്നെ ഇത് 2 സിബാണ് ഇതിലുള്ളത്. ഇത് പൗച്ചാട്ട. ഈ സിബില് എന്തൊട്ട് ഇങ്ങനെ വല്ല പെൻസില് സ്കെയില് റബ്ബറൊക്കെ വെക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ചില്ലറ പൈസ ഒക്കെ നമുക്ക് ഇടാൻ പറ്റില്ലേ, അതിൻ്റെ കൂടെ തന്നെ ഇതും വെക്കാട്ട. ഇത് ചാട്ടന്റെ ഇതില് ബ്ലാക്ക് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതില് ബ്ലാക്ക് ഓറഞ്ചും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഈ കളറ് നമുക്കൊരു 90s കിഡ്സിനൊക്കെ സുപരിചിതമായിരിക്കും. കാരണം നമ്മുടെ ഒരു നൊസ്റ്റു അല്ലേ ഈ ക്യാമൽ. ഇത് കണ്ടപ്പോ ഞാൻ എടുത്തതാണ്. അതുകൊണ്ട് അമ്മ തന്നെ പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ അതുപോലെ നമ്മുടെ ആ സമയത്ത് സെല്ല ഗ്രൂപ്പ് പേന ഗൈസ്, ഇത് ഇവിടെ അമലൂട്ട വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ പറയണ്ടതല്ല, അമലൂട്ടനായിട്ട് വാങ്ങി. ഇതാരാധിക്കുട്ടുണ്ട്. ഇത് ഡോംസിന്റെ പെന്നാട്ടെ. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണ്. നന്നായിട്ട് ചില പെന്നൊക്കെ എന്തൂട്ടാ അപ്പം തന്നെ എഴുതുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ലേ? ഈ ഡോംസ് പെനൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ എഴുതുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഉണ്ടാവും. ഇതെന്റെ കളറ്. ഇതില് പല കളറുണ്ടല്ലോ. ക്രയോൺസ് ഞാനധികം കാണിച്ചപ്പോ തന്നെ 12 കളറായിട്ടാ ഇതിലുള്ളത്. ഇതിൽ അതിൻ്റെ തന്നെ കളർ 2 ഓപ്ഷൻസ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഫെവിക്കോള്, ഇത് ഫെവിസ്റ്റിക്ക് കിട്ടും. അത് ആദ്യം ആവശ്യം വരല്ലോ. ഫെവിക്കോളാണ് ആരാധിക്ക് കുറെ ആവശ്യം വരും. പിന്നെ റബ്ബർ കട്ടറൊക്കെ നമ്മള് ഈ നോർമൽ റബ്ബറും കട്ടറ വാങ്ങിച്ചു. കാരണം മറ്റേ ടൈപ്പ് പലതരം ഉണ്ട്. പക്ഷെ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല് യൂസ് ഉണ്ടാവില്ല, വെറുതെയാണ്. അപ്പൊ അപ്സരയുടെ ഇത് വാങ്ങിച്ചിട്ടു കേട്ടാ. പിന്നെ ആദ്യന്റെ ലേബലാണ് ഇത്. സ്പൈഡർമാൻ. പിന്നെ എനിക്ക് ഒരു ഡിസൈൻ ഇല്ലാത്ത എനിക്ക് ഇത് ഇഷ്ടമാണ്, ഇതാണ്. അപ്പൊ അത് കാണിച്ചു. പിന്നെ സ്പൈഡർമാന്റെ ആദ്യന്റെ അത് ഇതാക്കി അവിടെ വെക്കട്ടെ. ഇതെന്റെ സ്കൂൾ യൂണിഫോം. ഇതില് ട്രൗസർ നമ്മൾ വാങ്ങിച്ചില്ല, കഴിഞ്ഞ വർഷത്തെ ഉണ്ട്. അപ്പൊ പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ കഴിഞ്ഞ വർഷം തന്നെ അവിടെ തന്നെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിനോഫോറുള്ള കാരണം ഉള്ളിലത്തെ ഡ്രസ് ഒന്നും നാശാവില്ല ആരാധ്യമോളുടെ. പിന്നെ കുപ്പിയുടെ കാര്യത്തിൽ പ്രാവശ്യം നല്ല ലാഭമായിരുന്നു. പല മോഡൽ കുപ്പികളുണ്ടായിട്ട് എന്റെ കുട്ടികൾക്ക് ഇതും മതി. പിന്നെ ചൂടുവെള്ളമല്ല കൊടുത്തേ, ഫിൽറ്റർ വാട്ടർ കൊടുത്തേക്കുക. ഇവിടെ ഫിൽറ്റർ ഉണ്ട്, ഉള്ളിൽ വേറെ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ പിന്നെ ഈ കുപ്പിയാലും കുഴപ്പമില്ല. 2-3 മാസം കഴിഞ്ഞിട്ട് മാറ്റാം. കുപ്പി തന്നെ എന്റെ ബ്ലൂ കളറ്. എന്റെ ബാഗിന്റെ കളറായിട്ട് ഏകദേശം സെയിം ആയിട്ട് വാങ്ങിച്ചു. റെഡ് ആണ് കളർ, പിങ്ക് അല്ല പറഞ്ഞു തരുന്നത്. പിന്നെ ആദ്യക്കുട്ടന്റെ പറഞ്ഞു. ഇതെന്റെ ബുക്സ്, നോട്ട്ബുക്ക്, ഇംഗ്ലീഷ്, പിന്നെ സ്പോക്കന് ബുക്സ് ഒക്കെ ഞാൻ ആദ്യക്കുട്ടന്റെ പൊതിഞ്ഞിട്ട്. ആരാധ്യക്കുട്ടന്റെ ബുക്സ് എടുത്തേ പൊതിയണം കേട്ടോ. ആരാധ്യക്കുട്ടന്റെ ബുക്സ് എടുക്കും. ഇത് മറ്റേ അതിന്റെ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ആയിട്ട്. ആരാധ്യക്കുട്ടന്റെ ബുക്സ് പൊതിഞ്ഞിട്ടില്ല. പിന്നെ ഇത് മറ്റേ ആ കടയിൽ ഡസനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 12 ബുക്കിന്റെ ഡസനായിട്ട് ഓഫറിന് കിട്ടിയതാണ്. പിന്നെ സ്റ്റാപ്ലയർ നമുക്ക് വേണമല്ലോ, എല്ലാ വർഷവും പകുതിയിൽ വെച്ച് കാണാണ്ടാവും. പിന്നെ സ്കെയില് ഇത് അധികം കൂടുതൽ ബൾക്കായിട്ട് വാങ്ങിക്കാണ്ട. വാങ്ങിച്ചു കഴിഞ്ഞ് ഇവർക്ക് ഒരു തോന്നൽ വരും ഗൈസ്, ഒന്നും പോയാലും വീട്ടിലുണ്ടല്ലോ. ഇതാവുമ്പോ കിട്ടിയില്ലെങ്കിൽ വിഷമല്ലേ. അതുകൊണ്ട് ഇത് കേട്ടാ.
പിന്നെ അപ്പോ ഇതൊക്കെയാണ് ബാക്ക് ടു സ്കൂൾ ലഞ്ച് ബോക്സ് വെച്ചില്ല ഈ സാധനങ്ങളൊക്കെ എവിടുന്ന വാങ്ങിച്ചെന്ന് പറയട്ടെ, നെസ്റ്റോ മാളിന്ന്. നെസ്റ്റോന്ന് മാത്രല്ല ബുക്സ് ഞാൻ നെസ്റ്റോ നല്ല വാങ്ങിച്ചു, പുറത്തുനിന്നാ വാങ്ങിച്ചിട്ടാ. നെസ്റ്റോ മാളിന്നാണ് ഈ സാധനങ്ങളൊക്കെ അറിയാലോ പൊതിയാൻ. പിന്നെ ലഞ്ച് ബോക്സസ് വാങ്ങിച്ചിട്ടില്ല. അമലിനും ആരാധിക്കും കഴിഞ്ഞ വർഷം സ്റ്റീലിന്റെ ലഞ്ച് ബോക്സ് ഉണ്ട്. നമ്മുടെ ആദ്യക്കൂട്ടന്റെ ലഞ്ച് ബോക്സ് മാത്രം വാങ്ങിക്കണം, അത് മാത്രം ഇതിൽ മിസ്സായിട്ടുണ്ട് ലഞ്ച് ബോക്സിന്. ഈ ബാഗ് പിന്നെ ബോക്സ് ഒക്കെ നെസ്റ്റോന്ന് വാങ്ങിച്ചാണ്. നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ്. ഇതൊക്കെയാണ് ബാക്ക് ടു സ്കൂൾ പ്രാവശ്യം ഷോപ്പിംഗ് ചെയ്തത്. പിന്നെന്തേലും പറയണ്ട? ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബർ, ഷെയർ, കമന്റ്. കമന്റ്. അപ്പൊ ഓക്കെ ഗൈസ്, ഓക്കെ ബൈ.